ഒരുപാട് പ്രിയപ്പെട്ട സുഹൃത്ത് ഗിസ്റ്റോ വിട പറഞ്ഞിട്ട് ഇന്ന് 3 വർഷം തികയാണ്. CCTV കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഗിസ്റ്റോന്റെ വിടവാങ്ങൽ എന്ന് പറയുന്നത് വലിയൊരു നഷ്ടമായിരുന്നു. കാരണം വലിയൊരു സൗഹൃദത്തിന്റെ ഉടമയായിരുന്നു ഗിസ്റ്റോ. പരിചയപ്പെടുന്ന ഓരോരുത്തരോടും അവൻ വലിയൊരു സ്നേഹമായാലും സൗഹൃദമായാലും ഒക്കെ കാത്തു സൂക്ഷിക്കും. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ട് അവൻ വിടവാങ്ങിയപ്പോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. ഇന്നും അവന്റെ ഓർമ്മകളിൽ ഞങ്ങൾ വിഷമിക്കാറുണ്ട്. ആ ഒരു നഷ്ടം എന്നും ഞങ്ങൾ അനുഭവിക്കാറുണ്ട്. ഇന്ന് 3 വർഷം തികയാണ്. അപ്പോൾ കഴിഞ്ഞ 2 വർഷവും അവന്റെ ഓർമ്മ ദിവസം ആശ്രയമറ്റവർക്ക് കൈത്താങ്ങാകുന്ന ചാരിറ്റി സ്ഥാപനങ്ങളിലാണ് ഒത്തുകൂടി അവന്റെ ഓർമ്മകൾ പങ്കുവെക്കാറ്. ഇത്തവണ കോട്ടപ്പടി അഭയഭവനിലെ അച്ഛനമ്മമാർക്കൊപ്പമാണ് ഞങ്ങൾ ഗിസ്റ്റോന്റെ ഓർമ്മ ദിനത്തിൽ ഒത്തുകൂടുന്നത്. ഞങ്ങളുടെ മനസ്സിലെല്ലാം എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടാണ് ഗിസ്റ്റോ വിട വാങ്ങിയതെന്ന് അവൻ നഷ്ടപ്പെട്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. എന്തായാലും ഓരോരുത്തരും അവരവരുടെ ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ അറിയാതെയാണെങ്കിലും കണ്ണ് ഈറനണിയും. പക്ഷേ ഇവിടുത്തെ അച്ഛനമ്മമാരെ കാണുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ ആ വിഷമമൊക്കെ നമ്മൾ മറക്കുകയും ചെയ്യും. ഓർത്തഡോക്സ് സഭയ്ക്ക് കീഴിൽ വരുന്ന പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരെ സൗജന്യമായിട്ട് സംരക്ഷിക്കുന്ന സ്ഥാപനമാണ് കോട്ടപ്പടിയിലെ അഭയഭവൻ. മക്കളില്ലാത്തവര്, ഒറ്റപ്പെട്ട് താമസിക്കുന്നവര്, ആരും നോക്കാനില്ലാത്തവര്, അങ്ങനെയുള്ളവരെയാണ് ഇവിടെ ശുശ്രൂഷിക്കുന്നത്. മക്കൾ ഉള്ളവരുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നത് അത്രയധികം പ്രോത്സാഹിപ്പിക്കാറില്ല. പക്ഷേ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവരെയും ഏറ്റെടുക്കാറുണ്ട്. ഇവിടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഫാദർ ഉണ്ട്. വളരെ പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു ഫാദറാണ്. അപ്പോൾ ഫാദർ എല്ലാ കാര്യത്തിനും അച്ഛനമ്മമാർക്കൊപ്പം നിന്ന് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നുണ്ട്. മാത്രമല്ല ഇവരെ നോക്കാനായിട്ട് വേറെ ജീവനക്കാരുണ്ട്. ഇവർക്ക് ഭക്ഷണം പാകം ചെയ്യാനായിട്ട് അങ്ങനെയും ഒരു സ്റ്റാഫ് ഉണ്ട്. പിന്നെ ഇവരെ പരിചരിക്കാനായിട്ട് ഒരു നേഴ്സ് എല്ലാ ദിവസവും ഇവിടെ വരുന്നുണ്ട്. ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു സ്ഥാപനമാണ് കേട്ടോ. കാരണം ഇത് പഴയൊരു ഹോസ്പിറ്റലായിരുന്നു. പിന്നെ അത് ഇങ്ങനെ പ്രായമായവരെ സൗജന്യമായിട്ട് നോക്കാനുള്ള ഒരു സ്ഥാപനമായിട്ട് മാറ്റിയെടുക്കുകയായിരുന്നു. നമ്മളൊക്കെ ചെല്ലുമ്പോൾ ഇവർക്കൊക്കെ ഒരുപാട് സന്തോഷമാണ്. അപ്പൊ നമ്മളിവിടെ ഭക്ഷണമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുറത്തു നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം ഇവിടെ കയറ്റില്ല. ഇവിടെ തന്നെ കിച്ചണിൽ പാകം ചെയ്യാണ് ചെയ്യുക. അപ്പൊ നമ്മള് ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് ഈ ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മുടെ വീട്ടിലെ എന്തെങ്കിലും ആഘോഷങ്ങളോ അല്ലെങ്കിൽ ഓർമ്മദിനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ കുറച്ചു നേരം നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ് കേട്ടോ. നമുക്ക് മാത്രമല്ല ഇവിടെയുള്ള കുറെ അച്ഛനമ്മമാരുണ്ട്. അവർക്കൊക്കെ വലിയ സന്തോഷമാണ് അങ്ങനെ ഇവരെ കാണാനായിട്ട് ആളുകൾ വരിക, അവരോട് സംസാരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ പറ്റാവുന്നവരുണ്ടെങ്കിൽ ചെയ്യാം. ഇവിടെ തികച്ചും സൗജന്യമായിട്ടാണ് കേട്ടോ ഇവരെയൊക്കെ പരിചരിക്കണേ. നമുക്ക് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും ഒത്തുകൂടി കുറച്ചു നേരം പാട്ട് പാടാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ അറിയുന്ന കുറച്ച് അച്ഛനമ്മമാരുണ്ട്. അവരും നമ്മളോടൊപ്പം പാടി. എന്തായാലും നല്ലൊരു സന്തോഷമായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് വിഷമമുള്ള ദിവസമാണ് ഇന്ന്. എങ്കിൽ കൂടി ഇതുപോലുള്ള സ്ഥാപനങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ അതെല്ലാം മറന്ന് ഇവരുടെ കൂടെ ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ഇപ്പൊ ഏകദേശം 20ഓളം പേരാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഒരു 80 പേർക്ക് താമസിക്കാനുള്ള വലിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. 2 നിലകളിലായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ സൗകര്യങ്ങൾ ഇങ്ങനെ ഉണ്ടെങ്കിലും നമ്മുടെ അച്ഛനമ്മമാരെ ഇവിടെ കൊണ്ടുവരാതിരിക്കുക തന്നെയാണ് വേണ്ടത്. കാരണം അത് ആരും പ്രോത്സാഹിപ്പിക്കുന്നതല്ല. സാഹചര്യങ്ങൾ കൊണ്ട് ഇവിടെ എത്തിപ്പെടുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊപ്പം നമ്മൾ കൂടി ഉണ്ടാവുക, അവർക്ക് കുറച്ചു നേരത്തെയെങ്കിലും ഒരു സന്തോഷം നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് വലിയ കാര്യമാണ്. ഏതെങ്കിലും ആഘോഷങ്ങളിലോ പോലുള്ള അനുസ്മരണ ദിനങ്ങളിലോ ഒക്കെ ഇതുപോലത്തെ സ്ഥാപനങ്ങളിൽ ഒത്തുചേരാം, ഇവരുമായിട്ട് സന്തോഷം പങ്കിടാം. മേലോട്ട്